റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഞാനിവിടെ നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പൊടിച്ച ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അരച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിരുന്നു. പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ച് കിട്ടുക. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ടാണ് ഉണ്ടാകുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. നിങ്ങൾ മൂടനായിട്ടുള്ള ഏലക്കയാണെങ്കിൽ അരക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കൂട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് കുതിർന്ന് ഒന്ന് കട്ടിയായിട്ട് വരും. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. കുറച്ചും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കും 15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ അപ്പം നല്ലപോലെ തന്നെ പൊന്തി വരാനൊക്കെ സഹായിക്കും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് നോക്കി മാത്രം ചേർത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ടിപ്പ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് നെയ്യിൽ നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യോട് കൂടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു നെയ്യുടെ രുചി കൂടെ വരുമ്പോൾ അപ്പത്തിന് നല്ല രുചി കിട്ടും. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണുകളൊക്കെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടാകും. നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ട് വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് നല്ല കുഴിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് ലോ ഫ്ലെയിമിലാക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ തട്ടി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് പിന്നെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ നല്ലൊരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് എണ്ണയുടെ ചൂടാണ്. എണ്ണയുടെ ചൂട് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി കിട്ടില്ല. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഇതേപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ഇതിന് ഒരുപാട് മധുരമൊന്നും കാണില്ല. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.